തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്പരം ട്രോളുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിരം പരിപാടിയാണ്. ഗുരുതരമായ പല വിഷയങ്ങളെയും അനായാസം ഹാസ്യരൂപേണ അവതരിപ്പിച്ച് എതിർ പാർട്ടിയെ കളിയാക്കുക, പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇത്തരം ട്രോളുകളുടെ ഉദ്ദേശം. ഇപ്പോഴിതാ മോദി സർക്കാരിനെതിരെ ഒരു മികച്ച ട്രോളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര. BJPയുടെ പുതിയ ഉൽപ്പന്നങ്ങൾ എന്ന പേരിൽ വാഷിംഗ് പൗഡർ മോദിയും വാഷിംഗ് മെഷീനും അവതരിപ്പിച്ചാണ് പവൻ ഖേര ചിരി പടർത്തിയിരിക്കുന്നത്. AICC ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പവൻ ഖേര വാഷിംഗ് മെഷീനുമായി എത്തിയത്. BJPയിൽ ചേരുന്ന നേതാക്കളുടെ പേരിലുള്ള കേസുകളെല്ലാം കഴുകിക്കളയാൻ കഴിവുള്ള വാഷിംഗ് മെഷീനാണ് ഇതെന്ന് ഖേര പറഞ്ഞു. NCP മുൻ നേതാവ് പ്രഫുൽ പട്ടേലിനെതിരായ 2017 അഴിമതി കേസ് അവസാനിപ്പിച്ചുകൊണ്ട് CBI സമർപ്പിച്ച റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു വാർത്താ സമ്മേളനം. BJPയിൽ ചേരൂ, കേസ് അവസാനിപ്പിക്കൂ എന്ന തത്വത്തിലാണ് ഈ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നതെന്ന് ഖേര പറഞ്ഞു. അഴിമതിയെ പ്രതിനിധീകരിച്ചുള്ള ടീഷർട്ട് ഉയർത്തി കാണിച്ച ഖേര BJPയുടെ വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ ഇത് വൃത്തിയാകുമെന്നും പറഞ്ഞു. ഈ വാഷിംഗ് മെഷീന്റെ ഉൽപാദന ചെലവ് 8500 കോടിയിലധികമാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയാണ് ഈ പണം സ്വരൂപിച്ചിരിക്കുന്നത്. മോഡി വാഷിംഗ് പൗഡർ ഉപയോഗിക്കുമ്പോൾ അഴിമതിക്കറ ഫലപ്രദമായി വാഷിംഗ് മെഷീൻ വൃത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് മോഡി വാഷിംഗ് പൗഡർ എന്ന ലഘുരേഖയും ഖേര വിതരണം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ചിത്രവും എല്ലാ കറകളും ഒറ്റയടിക്ക് കഴുകിക്കളയുമെന്ന വാചകവും ലഘുരേഖയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ട്രോൾ അവതരണത്തിന് ശേഷം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാരായൺ റാണി, അജിത് പവാർ, ജഗൻ ഭുജ്ബൽ, അശോക് ചവാൻ തുടങ്ങിയ നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങളിൽ BJP മൗനം പാലിക്കുകയാണെന്ന് ഖേര പറഞ്ഞു. ഇവർക്കെതിരായ കേസുകളുടെ ആധികാരികത ചോദ്യം ചെയ്ത ഖേര പല കേസുകളും നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ കെട്ടിച്ചമച്ചതാണെന്നും അതുവഴി അവരെ ഭീഷണിപ്പെടുത്തി BJPയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും കൂട്ടിച്ചേർത്തു. NDAയുടെ ഭാഗമായതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം NCP നേതാവും മുൻ വ്യോമയാന മന്ത്രിയുമായ പ്രഫുൽ പട്ടേലിന് ക്ലീൻ ചീറ്റ് ലഭിച്ചത്. NDAയിൽ ചേർന്ന് 8 മാസങ്ങൾക്കകമാണ് പ്രഫുൽ പ്രതിസ്ഥാനത്തുള്ള വ്യോമയാന അഴിമതി കേസ് അവസാനിപ്പിക്കുന്നത്. നേരത്തെ ശതകോടികളുടെ അഴിമതി കേസുകളിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിനും ക്ലീൻ ചീറ്റ് ലഭിച്ചിരുന്നു. 2017 എയർ ഇന്ത്യക്ക് വേണ്ടി വിമാനങ്ങൾ പാട്ടത്തിന് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നെന്ന കേസിലാണ് പ്രഫുൽ പട്ടേലിനെതിരെ പ്രതി ചേർത്തിരുന്നത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പൊതുഖജനാവിന് 840 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് ആരോപിക്കപ്പെടുന്ന കേസ് കൂടിയാണിത്. UPA ഭരണകാലത്ത് വ്യോമയാന മന്ത്രിയായിരിക്കെ വിമാനങ്ങൾ പാട്ടത്തിന് വാങ്ങിയതും റൂട്ടുകൾ സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ചതിലുമാണ് പ്രഫുൽ പട്ടേലിനെതിരെ ആരോപണം ഉയർന്നിരുന്നത്. ഇതിലൂടെ പൊതുഖജനാവിന് വലിയ നഷ്ടമുണ്ടായെന്നും വ്യക്തികൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായെന്നുമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്.